ധ്യാനത്തിന് ആധാരമായിട്ട് ഇന്ന് സുവിശേഷമായി വായിച്ച വേദഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 41-42 വാക്യങ്ങൾ വീണ്ടും വായിക്കുന്നു. യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധമാകുക എന്ന് പറഞ്ഞ് ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. നമ്മൾ ഒരു നോയമ്പ് കാലത്തിലാണ്. ക്രിസ്തുവിൻ്റെ ജീവിതവും പീഡാനുഭവവും കഷ്ടപ്പാടും ഒക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കി ക്രിസ്തുഭാവം ഉള്ളവരായിട്ട് ജീവിപ്പാനായിട്ട് നമ്മൾ ഒരുക്കത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ചിലവഴിക്കുന്നതായ ദിവസങ്ങളാണ്. അതുകൊണ്ട് യേശുക്രിസ്തു ലോകത്തിൽ അവതരിച്ച് മനുഷ്യ രക്ഷ സാധ്യമാക്കിയത് ഏത് വിധമാണ് എന്ന് കൂടുതലായിട്ട് മനസ്സിലാക്കി കർത്താവിൻ്റെ പാതയിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്കെല്ലായ്പ്പോഴും ഇടയായി തീരേണ്ടത് ആവശ്യമാണ്. ഓരോ ഘട്ടത്തിലും നമ്മുടെ സ്വന്തം താല്പര്യത്തിനപ്പുറമായിട്ട് ദൈവഹിതം മനസ്സിലാക്കി ദൈവത്തോടൊത്ത് ജീവിക്കുവാൻ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടത് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ദൈവിക ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവഹിതം തിരിച്ചറിഞ്ഞ് ദൈവത്തോടൊത്ത് മുന്നോട്ട് പോകുവാൻ നമുക്കെല്ലായ്പ്പോഴും ഇടയായി തീരണം. യേശുവിൻ്റെ പരിശുശ്രൂഷ വേളയിൽ ഈ സൗഖ്യദായക ശുശ്രൂഷ ഒക്കെ നിർവഹിക്കുന്ന വേളയിൽ ഓരോ വ്യക്തികളുടെ ആവശ്യങ്ങൾ അവരെ എല്ലാം കണ്ടിട്ട് അവർക്ക് വേണ്ടതായ ദൈവിക കൃപ പ്രദാനം ചെയ്യുന്നതായ ആ ദൈവ സാന്നിധ്യമായിട്ടാണ് ഈ ക്രിസ്തുവിൻ്റെ പരിശുശ്രൂഷ വേളയെ നാം കാണുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ തന്നെ ആയിരിക്കുമ്പോൾ എന്താണ് ദൈവ ഉദ്ദേശം എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി ദൈവഹിതത്തിനനുസരണമായിട്ട് ജീവിച്ച് സർവ്വമനുഷ്യർക്കും ഉള്ളതായ ഈ രക്ഷയുടെ അനുഭവം പ്രദാനം ചെയ്യുന്നതായ കർത്താവിൻ്റെ വലിയ പ്രവർത്തനമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ദ യൂണിവേഴ്സാലിറ്റി ഓഫ് ദ ഡിവൈൻ ഇൻ്റർവെൻഷൻ അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർവ്വ സൃഷ്ടിക്കും ഉള്ളതായ പുതുക്കം, സർവ്വ സൃഷ്ടിക്കും ഉള്ളതായ വിടുതൽ, വീണ്ടെടുപ്പ്, ഇത് ക്രിസ്തുവിലൂടെ സാധ്യമായി എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ യേശുവിൻ്റെ പരിശുശ്രൂഷ വേളയിൽ അതാണ് നടന്നു പോകുന്ന സമയത്ത് ഒരു കുഷ്ഠരോഗി ഓടി വന്ന് എന്നാണ് പറയുന്നത്. ഈ കുഷ്ഠരോഗികളെ സംബന്ധിച്ച് ഒരു ദൈവ സന്നിധിയിലേക്കോ അല്ലെങ്കിൽ മനുഷ്യ അടുക്കലേക്കോ വരുവാനായിട്ട് സാധിക്കാത്തതായ ആ ഒരു കാഴ്ചപ്പാട് നിലനിന്നിരുന്നതായ ഒരു സാഹചര്യത്തിലാണ് ഈ കുഷ്ഠരോഗി ഓടി വന്നിട്ട് യേശുവിൻ്റെ അടുക്കൽ ഒരു അപേക്ഷയുമായിട്ട് വരുന്നത്. അതുകൊണ്ട് ഇവിടെ ദൈവസന്നിധിയിൽ എനിക്ക് ചെന്നാൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ അടുക്കൽ ഞാൻ ചെന്നാൽ എനിക്ക് രക്ഷ ലഭിക്കും എന്നുള്ളതായ ബോധത്തോടുകൂടെ തൻ്റെ അടുക്കലേക്ക് വരുവാനുള്ളതായ ആ ഒരു വലിയ സാധ്യത അല്ലെങ്കിൽ ആ ഒരു വലിയ സമീപനം, കർത്താവിൻ്റെ ഇടപെടലുള്ളതായ സമീപനം, ഇതൊക്കെ വളരെ ശ്രദ്ധേയമായിട്ട് നാം ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് അതിനൊക്കെ മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും. ഒരു നിസ്സഹായൻ്റെ അപേക്ഷയാണ്. ഒരു നിസ്സഹായ അവസ്ഥയിൽ ആയിരിക്കുമ്പോൾ എനിക്കാരുമില്ല എന്നുള്ളതായ തോന്നൽ വരുമ്പോൾ എവിടെയാണ് ഒരു അത്താണി അല്ലെങ്കിൽ എവിടെയാണ് ഒരു രക്ഷ ലഭിക്കുന്നത്, വിടുതൽ ലഭിക്കുന്നത്, സഹായം ലഭിക്കുന്നത് എന്നോർത്ത് ചെല്ലുന്നതായ ഒരു സമീപനമായിട്ട് കാണുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഈ രോഗാവസ്ഥയിലുമൊക്കെ ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഈ ചികിത്സ കഴിഞ്ഞു, ആ ചികിത്സ കഴിഞ്ഞു, ഈ ഡോക്ടറെ അടുക്കൽ പോയി, മറ്റേ ഡോക്ടറെ അടുക്കൽ പോയി, ഇങ്ങനെ എവിടെ ചെന്നാൽ എനിക്ക് സുഖം ലഭിക്കും, ആ ഒരു വലിയ ആവശ്യബോധം. അതുകൊണ്ട് എനിക്ക് സുഖമാകണം, സൗഖ്യം പ്രാപിക്കണം, അതിനെവിടെ ചെന്നാൽ സാധിക്കും. ആ രീതിയിലുള്ളതായ മനുഷ്യൻ്റെ ആ ഒരു നിസ്സഹായ അവസ്ഥ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ നിസ്സഹായ അവസ്ഥയിലായിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും സുഖം പ്രാപിക്കാനായിട്ട്
അവിടെ യേശു സൗഖ്യദായകനാണ് എന്ന് കേട്ടറിഞ്ഞതായ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നതായ ഒരു അവസ്ഥയാണ് നാം കാണുന്നത്. സമൂഹത്തിൽ വെറുക്കപ്പെട്ടതായ ഒരു വ്യക്തി എന്ന രീതിയിൽ കാണാൻ സാധിക്കും. ഒരു പക്ഷേ പ്രതീക്ഷ നഷ്ടപ്പെട്ടവനായിട്ട് ജീവിക്കുന്ന വ്യക്തിയായിട്ട് അവനെ കാണാൻ സാധിക്കും. ജീവിതത്തിൽ ഇനി എന്ത് എന്നുള്ള ചോദ്യം, കുഷ്ഠം ബാധിച്ച് പുറന്തള്ളപ്പെട്ടതായ ഒരു വ്യക്തിയായിരിക്കുമ്പോൾ ഇനി ഒന്നുമില്ല എന്നുള്ളതായ ബോധം അവനെ ഗ്രസിച്ചിരിക്കാം. ആ ഒരു സാഹചര്യത്തിലാണ് രക്ഷകനായ കർത്താവ് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നൽകുന്നതായ പ്രതീക്ഷ, പ്രത്യാശ, ജീവിതത്തിലെ പുതുക്കം, അതിൻ്റെ പ്രാധാന്യം നാം കാണേണ്ടത്. ഇന്ന് നാം ജീവിക്കുന്ന സാഹചര്യങ്ങളിലും ഇതേമാതിരി നിസ്സഹായ അവസ്ഥയിലായിരിക്കുന്ന ധാരാളം വ്യക്തികളെ നാം കാണുന്നുണ്ട്. എവിടെ ചെന്നാൽ എനിക്ക് ആശ്വാസം ലഭിക്കും, എവിടെ ചെന്നാൽ എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവം ലഭിക്കും, ആരുടെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു സഹായം ലഭിക്കും, ഇതൊക്കെ ചിന്തിച്ച് നിൽക്കുന്നതായ ആളുകൾ ധാരാളമുണ്ട്. ഇത് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഒരു പത്രദ്വാരമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതായ കാര്യങ്ങളാണ്. അനേക ജീവിതങ്ങളുടെ നിസ്സഹായ അവസ്ഥ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടായാലും രോഗങ്ങളിലൂടെ വിഷമിക്കുന്നവരായാലും മറ്റ് വിവിധ സാഹചര്യങ്ങളിൽ ഇനി ജീവിതം എന്ത് എന്നുള്ള ചോദ്യവുമായിട്ട് നിൽക്കുന്നതായ സാഹചര്യത്തിൽ എവിടെ പിടിച്ചാൽ, ഏത് തുമ്പിൽ പിടിച്ചാൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് പോകുന്ന വ്യക്തികളെ കാണാൻ സാധിക്കും. അങ്ങനെയുള്ളതായ ഒരു വ്യക്തി യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നത്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ സാധിക്കും. ഇത് ഒരു അഫർമേഷനായിട്ട് കാണാൻ സാധിക്കും. കാരണം മറ്റു സാഹചര്യങ്ങളിൽ യേശുവെ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിക്കുന്നതായ ആളുകൾ യേശുവിൻ്റെ അടുക്കൽ വന്നതായ സാഹചര്യമുണ്ട്. അവിടെ നിലവിളിയുമായിട്ട് നീ ദാവീദ് പുത്രനാണ്, എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് വരുന്നു. എന്നാൽ ഇവിടെ പറയുന്നത് നിനക്ക് എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. ആ ഒരു ഉത്തമ ബോധ്യത്തോടുകൂടെ യേശുവിൻ്റെ അടുക്കൽ വരുന്നതായൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഈ തൻ്റെ സമീപനം എന്ന് പറയുന്നത്, താൻ പോകുന്ന അല്ലെങ്കിൽ താൻ കാണുന്നതായ, ഞാൻ ഇടപെടുന്നതായ വ്യക്തി, ആ വ്യക്തി എന്നെ സൗഖ്യമാക്കുവാൻ കഴിവുള്ളവരാണ് എന്ന് ഉറച്ച് വിശ്വസിച്ച് ദൈവസന്നിധിയിൽ വരുന്ന വ്യക്തിയായിട്ടാണ് കാണുന്നത് തന്നെ. അതുകൊണ്ട് വെറുതെ വന്നിട്ട് എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് പോകുന്നതായ അവസ്ഥയല്ല. പിന്നെയോ നിന്നെക്കൊണ്ട് ഇത് സാധ്യമാകും, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്നുള്ളതായ ബോധം അവനുണ്ട്. ഇത് കേൾക്കുന്നതായ യേശു സൗഖ്യമാകുക എന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുകയല്ല ചെയ്യുന്നത്. എന്നാൽ ഒരു പടി കൂടെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെയാണ് ക്രിസ്തുവിൻ്റെ സമീപനത്തിൽ കാണുന്നതായി വ്യത്യസ്തത. പല ഘട്ടങ്ങളിലും സൗഖ്യമാകുക എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടവരെ സൗഖ്യമായിട്ട് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റ് വിവിധ രീതിയിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് നടക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഇവിടെ യേശു അവനെ തൊട്ട് സൗഖ്യമാകുക എന്ന് പറയുന്നതായ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇത് എന്തുകൊണ്ട് എന്നുള്ളതായ ചിന്ത പലപ്പോഴും വേദശാസ്ത്ര പണ്ഡിതന്മാരുടെ അടുക്കൽ ധാരാളം ഉയരുന്ന ഒരു ചിന്തയാണ്. ദ ടച്ച് ഓഫ് ദ ഡിവൈൻ. അസ്പർശിയായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ, സമൂഹം തള്ളിക്കളഞ്ഞതായൊരു വ്യക്തി, സമൂഹത്തിൽ വന്നിട്ട് നമ്മളോട് ഒപ്പമായിരിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ അവനെ തൊട്ട് നീ ഒരു മനുഷ്യനാണ്, നീ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, നിന്നിലെ ഈ മനുഷ്യത്വം ഞാൻ അംഗീകരിക്കുന്നു, എൻ്റെ ശരീരത്തിന് അസുഖമുണ്ട്, എന്നാൽ ഈ ശരീരം അല്ല, നിൻ്റെ മനുഷ്യത്വം ഞാൻ അംഗീകരിക്കുന്നു. ഇത് വ്യക്തമായിട്ട് വെളിപ്പെടുത്തി യേശുവിനെ തൊടുന്നതായി യേശു അവനെ തൊട്ട് സൗഖ്യമാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ അപേക്ഷ കേട്ട് അതിനെ നിരസിക്കാതെ അവനെ തൊട്ട് സൗഖ്യമാക്കി ദിവ്യ സ്പർശനത്തിലൂടെ ഈ സമൂഹത്തിലേക്ക്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ അന്ന് നിലനിന്നിരുന്നതായ ചിന്താഗതിയെ മാറ്റിമറിക്കുന്നതായ ക്രിസ്തുവിൻ്റെ പ്രവർത്തന ശൈലിയായിട്ട് നാം കാണുന്നുണ്ട്. കുഷ്ഠരോഗികളെ തള്ളിക്കളയുന്നതായ, അല്ലെങ്കിൽ രോഗബാധിതരായിട്ട് വിവിധ രീതിയിൽ സമൂഹം ഒറ്റപ്പെട്ട് തള്ളിക്കളയുന്നതായ സാഹചര്യത്തിൽ ഇവൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്,
ഇവനിലൊരു മനുഷ്യത്വമുണ്ട്, ഇവനെ അംഗീകരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് യേശു വ്യക്തമായിട്ട് അവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ദ ടച്ച് ഓഫ് ദ ഡിവൈൻ, അതിൻ്റെ പ്രാധാന്യം വളരെ ശ്രദ്ധേയമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അവനെ തൊട്ട് സൗഖ്യമാകുക എന്ന് പറഞ്ഞു. എന്നാൽ അതേ സമയത്ത് യേശുവിൻ്റെ മനസ്സലിവിനെ കുറിച്ചുള്ളതായ വിവരണം മർക്കോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും എന്ന് പറയുമ്പോൾ അവിടെ എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞിട്ട് അവനെ സൗഖ്യമാക്കി വിടുന്നതായ ഒരു കർത്താവാണ്. യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ തൊട്ടു എന്നാണ് പറയുന്നത്. മനസ്സലിവുള്ളതായ കർത്താവിൻ്റെ ആ ഒരു വലിയ സാന്നിധ്യം, ഇത് ക്രിസ്ത്യൻ കമ്പാഷൻ, പ്രത്യേകിച്ച് ഇന്ന് ലോകം വളരെയധികം ആദരിക്കപ്പെടുന്നതായ ഒരു വേർച്യു ആണ് ക്രിസ്ത്യൻ കമ്പാഷൻ എന്ന് പറയുന്നത്. മറ്റ് എല്ലാ രംഗങ്ങളിലും നമ്മുടെ പ്രവർത്തനങ്ങളെ കൂടുതലായിട്ട് വെളിപ്പെടുത്തുവാനായിട്ട് ആളുകൾ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. ഇത് ക്രിസ്തു കാണിച്ചതായ മനസ്സലിവ് നമ്മുടെ ജീവിതത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും വെളിപ്പെടുത്തുവാൻ ബാധ്യസ്ഥരാണ് എന്ന് ക്രൈസ്തവ സഭ, വിശ്വാസ സമൂഹം എല്ലായ്പ്പോഴും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ക്രിസ്തുവിൻ്റെ മനസ്സലിവ് ഉൾക്കൊണ്ടുകൊണ്ട്, ആ ആർദ്രത ഉൾക്കൊണ്ടുകൊണ്ട്, ക്രിസ്തുവിൻ്റെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിനോടൊത്ത് ജീവിക്കുക എന്നത് ദൈവത്തിൻ്റെ താല്പര്യമാണ്. മനുഷ്യൻ്റെ വേദനയിൽ പങ്കുചേരുന്നതായ കർത്താവ് ഈ കാരുണ്യവും ആർദ്രതയും വെളിപ്പെടുത്തുന്ന ദൈവമാണ്. മനുഷ്യനെ കരുതുന്നതായ ദൈവം തള്ളപ്പെട്ടവനെ കൊള്ളുന്നതായ, സ്വീകരിക്കുന്നതായ ദൈവമാണ്. ആ ദൈവിക പ്രവർത്തനം കൂടുതലായിട്ട് നമ്മുടെ മധ്യത്തിൽ കാണുവാൻ സാധിക്കും. ഈ പ്രവർത്തനത്തിൽ പങ്കാളികളായി മുന്നോട്ട് പോകുവാൻ നമുക്കിടയാകേണ്ടതും ആവശ്യമാണ്. ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിച്ച് നാം ജീവിക്കുമ്പോൾ, ദൈവകൃപ അനുഭവിച്ച് നാം വളരുമ്പോൾ ഈ കരുണ, മനസ്സലിവ് നമ്മുടെ പ്രവർത്തനത്തിലൂടെയും വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. ഇന്നലെ നമ്മുടെ ദേവാലയ കൂദാശയൊക്കെ കഴിഞ്ഞ് പൊതുസമ്മേളനം നടന്നതായ സമയത്ത് ബഹുമാനപ്പെട്ട ഷിബു പ്ലാവിലേച്ചന് ഒരു കാര്യം പറയുകയുണ്ടായി. ദൈവം നമ്മെ അനുഗ്രഹിച്ചു, നമുക്കൊരു ദേവാലയം ലഭിച്ചു. അതുകൊണ്ട് ഈ ദേവാലയം ഇല്ലാത്തതായ ഒരു ചെറിയ ഇടവകയ്ക്ക് അവരുടെ ദേവാലയം പണിയുന്നതിന് വേണ്ടി ഒരു സംഭാവന ഞങ്ങൾ നൽകുന്നു എന്ന് പറഞ്ഞ് അവർക്ക് നൽകിയതായ ആ ഒരു സന്ദർഭം വളരെ ശ്രദ്ധേയമാണ്. നമ്മെ അനുഗ്രഹിച്ചതായ ദൈവം, നാം ആഗ്രഹിക്കുന്നതിനപ്പുറമായി നമ്മെ കരുതിയതായ ദൈവം, അനേകരുടെ കരുതലൊക്കെ നമ്മൾ സ്വീകരിച്ച് മനോഹരമായിട്ട് ദേവാലയം തീർത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ പറയുന്നത്, അതെ, ദേവാലയം ഇല്ലാത്തതായ, ആവശ്യത്തിലിരിക്കുന്നതായ മനുഷ്യരുടെ ആവശ്യം ഞാൻ മനസ്സിലാക്കുന്നു, അവരോട് കരുണ കാണിക്കുക, ആർദ്രത വെളിപ്പെടുത്തുക, ഈ മനസ്സലിവ് കാട്ടുക. ഇത് ദൈവം നമ്മെക്കുറിച്ചുള്ളതായ ആ ഒരു ദൈവിക പദ്ധതിയാണ്. വെറും ദാനധർമ്മം എന്ന് പറയുവാൻ സാധ്യമല്ല. പലപ്പോഴും ദാനധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കിട്ടിയതിൻ്റെ വീതം ഇട്ടുകൊടുക്കുന്നതായ ആ ഒരു ചിന്തയല്ല. പിന്നെയോ ഒരു വ്യക്തിയെ എങ്ങനെ, അല്ലെങ്കിൽ ഒരു കൂട്ടത്തെ, ഒരു സമൂഹത്തെ എങ്ങനെ അവരുടെ പ്രവർത്തനത്തിൽ ശക്തീകരിച്ച് നിലനിർത്തുവാൻ സാധിക്കും. ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, നിൻ്റെ പ്രയാസരംഗങ്ങളിൽ ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, നിൻ്റെ വളർച്ച ദൈവത്തിൻ്റെ പദ്ധതിയാണ്, അതിൽ ഞാൻ പങ്കാളിയാകുമെന്ന് പറയുമ്പോൾ ഞാനും നീയും ഒരുമിച്ച് വളരുന്നതായ ആ ഒരു ജീവിത അനുഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ രീതിയിലെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ ഭാവം വെളിപ്പെടുത്തുന്നതായ ജീവിതങ്ങളായിട്ട് നമ്മുടെ ജീവിതം കാണേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഇവിടെ പ്രധാനമായിട്ട് ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. യേശു അവനെ സൗഖ്യമാക്കിയതിന് ശേഷം നീ നിൻ്റെ ഭവനത്തിലേക്ക് പോകുവാനല്ല പറഞ്ഞത്, അല്ലെങ്കിൽ നീ എങ്ങോട്ടെങ്കിലും പോകാനല്ല പറഞ്ഞത്, പിന്നെയോ നീ ദേവാലയത്തിലേക്ക് പോകുവാനായിട്ടാണ് പറഞ്ഞത്. അവിടെ വളരെ ശ്രദ്ധേയമായിട്ട് പറയുന്നുണ്ട്, നോക്കൂ, ആരോടും ഒന്നും പറയരുത്, എന്നാൽ ചെന്ന് പുരോഹിതനെ നിന്നെ തന്നെ കാണിച്ച് നിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി മോശ കൽപ്പിച്ചത് അവർക്ക് സാക്ഷ്യത്തിനായി അർപ്പിക്കുക എന്ന് പറഞ്ഞ് അവനെ വിട്ടയച്ചു. പക്ഷെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളതായ കർത്താവിൻ്റെ ഇടപെടലാണ്. ചില ഘട്ടങ്ങളിലൊക്കെ നീ നിൻ്റെ ഭവനത്തിലേക്ക് പോകുക, അല്ലെങ്കിൽ നീ പോകുക എന്ന് പറഞ്ഞിട്ട് ഇനി പാപം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞവരെ ശുദ്ധീകരിച്ച് വിടുന്നുണ്ട്. എന്നാൽ ഇവിടെ പ്രത്യേകമായിട്ട് യേശു നൽകുന്നതായ നിർദ്ദേശം, നീ ചെന്നതിന് പുരോഹിതന് നിന്നെ കാണുക. പുരോഹിതൻ എവിടെയാണ്? ദേവാലയത്തിലാണ്. ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന് നിന്നെ തന്നെ കാണിച്ച് മോശ
അരുളി ചെയ്തതായ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ളതായ യാഗമർപ്പിക്കുക, വഴിപാടർപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. ഇവിടെയാണൊരു ദേവാലയത്തിൻ്റെ സാങ്കത്യം, ഒരു ദേവാലയ അന്തരീക്ഷം ഉണർത്തുന്നതായ പുതിയ ചൈതന്യം. നിന്റെ ജീവിതത്തിൽ ദൈവകൃപ അനുഭവിച്ചു. ഈ ദൈവകൃപ അനുഭവിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ചെന്നിട്ട് ദൈവമേ നിനക്ക് സ്തോത്രം എന്ന് പറയുവാൻ നമുക്കിടയായി തീരണം. ദൈവം ചെയ്ത ഉപകാരങ്ങൾ എത്ര വലുത് എന്നോർത്ത് ദൈവസന്നിധിയിൽ വിനയപ്പെടണം. അവിടെ ദൈവത്തോടുള്ളതായ ബന്ധത്തിൽ നീ ആയിരിക്കണം. യേശുക്രിസ്തുവിൻ്റെ പരസ്യകൃഷയിലെ പ്രമാണങ്ങൾ പാലിക്കുക, ദൈവഹിതം നിറവേറ്റുക, ഇത് രണ്ടും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങളാണ്. ന്യായപ്രമാണത്തിൻ്റെ പ്രസക്തി എന്ത് എന്ന് വ്യക്തമായിട്ട് യേശു എടുത്ത് കാട്ടുന്നില്ല. ഈ ദൈവം മോശ മുഖാന്തരം നൽകിയതായ പ്രമാണങ്ങൾ അത് പാലിക്കുവാനായിട്ട് നീ ബാധ്യസ്ഥനാണ്. അതോടൊപ്പം തന്നെ നീ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ ദൈവം എന്താണ് നിന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കി ഈ ദൈവത്തിൻ്റെ ദിവ്യ ഉദ്ദേശത്തിൽ പങ്കാളിയായി നീ ജീവിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് യേശു ഓർപ്പിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നത് നീ ദേവാലയത്തിലേക്ക് പോകുക. ഇന്ന് നീ ദേവാലയത്തിൽ നിന്ന് അന്യപ്പെട്ടവനായിരുന്നു, സമൂഹത്തിൽ നിന്ന് അന്യപ്പെട്ടവനായിട്ട്, ഒറ്റപ്പെട്ടവനായിട്ട്, പുറന്തള്ളപ്പെട്ടവനായിട്ട് നിന്നവനാണ്. നിനക്കൊരു ഈ ദേവാലയത്തിൽ സ്ഥാനമുണ്ട്. ഇവിടെ ആരാധനാ സമൂഹത്തോടുകൂടെ നിനക്കൊരു സ്ഥാനമുണ്ട്. അവിടെ ചെന്ന് മോശമുഖാന്തരം അർപ്പിച്ചതായ ശുദ്ധീകരണത്തിനുള്ള വഴിപാട് അർപ്പിക്കുക. യേശു അവനെ ആക്കിയപ്പോൾ അവൻ ശുദ്ധനായി തീർന്നു. ശരിയാണ്, അവൻ്റെ കുഷ്ഠം വിട്ടുമാറി. എന്നാൽ ഒരർപ്പണം ആവശ്യമാണ്. ദേവാലയ അന്തരീക്ഷത്തിൽ നിന്നെ തന്നെ സമർപ്പിച്ചു. ദൈവം നിനക്ക് സ്തോത്രം, നീ എനിക്ക് നൽകിയതായ ദൈവകൃപ എത്ര വലുത്. ആ ഒരു സ്തോത്രാർപ്പണം നീ നിർവഹിക്കണമെന്ന് പറഞ്ഞ് അവനെ അയക്കുകയാണ്. ഓരോ ആരാധനയും ദൈവസന്നിധിയിൽ നിന്ന് അർപ്പിക്കുമ്പോൾ ഒരു സ്തോത്ര അർപ്പണമാണ്. ദൈവം എനിക്ക് ചെയ്ത ഉപകാരങ്ങൾ എത്ര വലുത് എന്നോർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുന്നതായ ആ ഒരു അവസ്ഥയാണ്. കർത്താവ് എന്നോട് കൂടെ ഉണ്ട് എന്ന് ഉറപ്പായി വിശ്വസിച്ചുകൊണ്ട് കർത്താവിൽ നിലനിൽക്കുന്നതായ ജീവിത സാഹചര്യം എല്ലായ്പ്പോഴും ആവശ്യമാണ്. അതുകൊണ്ട് നാം ഒരുമിച്ച് ഈ ദേവാലയത്തിൽ ആദ്യ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഈ ദേവാലയം ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ ഹിതപ്രകാരം മനുഷ്യ ജീവിതം നയിപ്പാനായിട്ട് സമൃദ്ധിയായ ജീവൻ്റെ അനുഭവത്തിലേക്ക് ഇവിടെ വരുന്നതായ എല്ലാവരും ആയിത്തീരുവാനായിട്ട് ഉള്ള പ്രാർത്ഥനയോടുകൂടെ ഇത് കൂദാശ ചെയ്യപ്പെട്ടു. വരുന്നതായ വിശ്വാസ സമൂഹം ദൈവത്തിന് യാഗമർപ്പിച്ചുകൊണ്ട്, ദൈവസന്നിധിയിൽ വിനയപ്പെട്ടുകൊണ്ട്, കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് കർത്താവിനോടൊത്ത് അനുഗ്രഹകരമായിട്ട് ജീവിക്കുവാനായിട്ട് ഇടയായിത്തീരണം. അവിടെ എന്താണ് ദൈവം നമ്മോട് അരുളി ചെയ്യുന്നത്, ആ ദൈവഹിതമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സാധ്യമായി തീരണം. ആ രീതിയിൽ ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാൻ ഇടയാകട്ടെ. ആദ്യമായിട്ട് വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്ന കുട്ടികൾ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിട്ട് തങ്ങളെ തന്നെ സമർപ്പിക്കുന്നതായ സന്ദർഭമാണ്. ദൈവമേ, നീ നൽകിയ ആയുസ് നിന്നോടൊത്ത് അനുഗ്രഹകരമായി ജീവിപ്പാൻ ഇടയാക്കുക. എന്നെ അറിയുന്നവനായ കർത്താവ്, എൻ്റെ വേദനകളെ മനസ്സിലാക്കുന്നവനായ കർത്താവ്, മനസ്സലിവുള്ളതായ കർത്താവ്, കൈനീട്ടി എന്നെ തൊട്ട് സൗഖ്യമാക്കുന്ന കർത്താവ്, ഈ സമൂഹമായിട്ടുള്ള ബന്ധത്തിൽ എന്നെ ഉറപ്പിക്കുന്നതായ, സ്ഥിരപ്പെടുത്തുന്നതായ, അടുപ്പിക്കുന്നതായ കർത്താവ് എന്നെ എല്ലായ്പ്പോഴും ശക്തീകരിച്ച് ശുദ്ധീകരിച്ച് നിലനിർത്തുന്ന ദൈവം. ആ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ തുടർന്നും ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ. ഇടവകളിലെ ആരാധന, ഒരുമിച്ചുള്ള കൂട്ടായ്മ അതിന് മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. യേശു മനസ്സറിഞ്ഞ് കൈനീട്ടി അവനെ തൊട്ടു, സൗഖ്യമാക എന്ന് പറഞ്ഞു.